ഹലോ, ഞാനങ്ങനെ തമിഴ്നാട്ടിലെത്തിയിട്ടോ. അപ്പോൾ വന്നത് ഒറ്റയ്ക്കാണെങ്കിലും പോകുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ മോളുണ്ട്. അവളെ ഹോസ്റ്റലിൽ നിന്ന് എടുക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയിട്ടൊരു ഹോട്ടലിൽ റൂം എടുത്തു. കാരണം പിറ്റേ ദിവസം ഉച്ചയ്ക്കായിരുന്നു ഞങ്ങളുടെ ട്രെയിൻ. അന്ന് വൈകുന്നേരം അവിടുത്തെ ലോക്കൽ മാർക്കറ്റിലൊക്കെ ഒന്ന് കറങ്ങിയിട്ടു. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഒരു പടം കാണാനായിട്ട് പോയി. നമ്മുടെ അജിത്തിൻ്റെ മൂവിയാണ് കണ്ടത് കേട്ടോ. അതിനടുത്ത് എവിടെയോ ഒരു ജുഡിയോ ഉണ്ട് എന്ന് കണ്ടിട്ട് അത് തപ്പിപ്പോണം പോക്കാണ് കേട്ടോ ഈ കാണുന്നത്. എന്തായാലും അവസാനം ഞങ്ങൾ ജുഡിയോ കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ജുഡിയോയിലില്ലാത്ത എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്നൊക്കെ ഒന്ന് അറിയാം എന്ന് കരുതിയിട്ട് പോയതാണ്. പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും എന്തെങ്കിലും വാങ്ങാതെ വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വലിയ വിലയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ ചെരുപ്പ് എല്ലാം 199, 299 ആ ഒരു റേറ്റിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ട് നോക്കിയിരിക്കുന്ന ചെരുപ്പും ഈ ഒരു ചെരുപ്പും ഇത് രണ്ടും ഞാൻ വാങ്ങിച്ചു. പിന്നെ മോൾ അവളുടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് ഷോപ്പിങ്ങൊക്കെ ചെയ്തു. പുറത്ത് ഭയങ്കര ചൂടാണ് കേട്ടോ, നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഉദ്ദേശം കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ സ്റ്റുഡിയോയിൽ കയറിയതിൻ്റെ പിന്നിൽ. എന്തായാലും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഞാൻ 2 ടോപ്പ് നോക്കി. ആദ്യം നോക്കിയ ടോപ്പ് ഞാൻ വാങ്ങിയില്ല, കാരണം നെക്ക് കുറച്ച് ഡീപ്പായിരുന്നു. രണ്ടാമത്തെ ടോപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചു. അതിനുശേഷം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഓട്ടോക്കാരൻ ചേട്ടൻ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടു. അവിടെ നിന്നാണ് പ്രശ്നം തുടങ്ങിയത്. കാരണം പ്ലാറ്റ്ഫോം കൺഫേം ആവുന്നില്ല. പ്ലാറ്റ്ഫോം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ കയ്യിലധികം ബാഗൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഓടിപ്പോവാം ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക്. പക്ഷേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ഇത്രയും ലഗേജും വെച്ചിട്ട് ഞങ്ങളങ്ങനെ ഓടി ഞങ്ങൾ ചാവാറായി ഗൈസ്. ഇതിലും വലിയൊരു ഗതികേട് ഇനി വരാനില്ല. ഒടുവിൽ ഞാൻ ആ നിലത്തിരുന്നു. എനിക്ക് മതിയായി.